ഹായ് ചേട്ടാ. ചേട്ടൻ വരവ്. ഒരു ചേട്ടനല്ലേ? അതെ, ഞങ്ങൾ ഇനി ചേട്ടാന്നേ വിളിക്കത്തുള്ളൂ കേട്ടോ. ആ ശരി ചേട്ടാ, വെൽക്കം. ചേട്ടന് സുഖാണോ? സുഖം. ഓ, ഇതെങ്ങനെയുണ്ട് ഈ മുണ്ട കൊടുത്തിട്ട്? നല്ല സുഖം. ഇങ്ങനെ ആദ്യമായിട്ടല്ലേ വരുന്നത്? സാധാരണ ഇങ്ങനെ എന്താ പറയാ, മുണ്ട അഴിച്ചിട്ടല്ലേ വരാറ്? അങ്ങനെ പറയാറ്. അങ്ങനെ അയച്ചിട്ടില്ല, അങ്ങനെയല്ല, നിവർത്തിയിട്ട്. മതങ്ങളുടെ മുഖം മുണ്ട അയച്ചിട്ടാണോ വരാറ്? അവൻ സ്ഥലത്തെ പ്രധാന പയ്യൻസല്ലേ അല്ലേടാ? അവൻ എന്ത് പയ്യൻസ് അല്ല, കടുവയാണ്. കടുവയെ പിടിച്ച കിടുവ. കിടുവയാണല്ലേ? അവൻ അതുമല്ല, കിടുവയെ പിടിച്ച വടുവാണ്. ആള് കിടുവ. എന്താടാ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ല. ഒന്നും പറയാനില്ലേ? നാട്ടിൽ പോയിട്ട് നീ വിശേഷമുണ്ടോ? നല്ല വിശേഷം. എല്ലാരും എന്നാ പറയുന്നു? എല്ലാരും നല്ലത് പറയുന്നു. നല്ല പാട്ടൊക്കെ കേട്ടു, ഇഷ്ടപ്പെട്ടു. അത്രയൊക്കെ തന്നെ. അവൻ എന്തൊരു നല്ല കുട്ടിയാണെന്ന് അറിയാമോ? അച്ഛനും അമ്മയ്ക്കാണ് പ്രത്യേകം നമസ്കാരം. ഈ കുഞ്ഞിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നില്ലേ, അത് ഗംഭീരമാണ്. അവൻ അത്രയും ഇന്നസെൻസ് ഉള്ള നമ്മുടെ കുഞ്ഞാണ് അല്ലേ മക്കളെ? യാ, ഞാൻ അറിഞ്ഞത് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വരുമ്പോഴാണ് ഇന്നസെൻസ് എന്നാ ഞാൻ അറിഞ്ഞത്. അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ വികൃതിയാന്നാണ് കേട്ടത് ഞാൻ. ആണോ? സത്യം റിജൽ കുട്ടൻ നമ്മളോട് സത്യം പറ, എങ്ങനെയാ വഴക്കുണ്ടാക്കുവോ ആരോടെങ്കിലും? അതെയോ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മിണ്ടാതെയൊക്കെ ഇങ്ങനെ, അങ്ങനെയാണോ? അല്ല, ചെറിയ വഴക്കൊക്കെ ഉണ്ടാവും. എങ്ങനത്തെ വഴക്കാ ഉണ്ടാക്കുന്ന? ഒരു വഴക്ക് പറഞ്ഞേ. അടി കൂടുന്ന പോലെ എന്തൊക്കെ ചെയ്യും. അടി കൂടാൻ പറ്റുന്ന പോലെ എന്തെങ്കിലും ചെയ്യും. ഇടി കൊടുക്കുമല്ലേ ഇടയ്ക്ക്? ഇടി കൊടുക്കാറില്ല. പിന്നെ കളിയാക്കാറുണ്ടോ ആരെങ്കിലും? റീസെന്റ് ആയിട്ട് ആരെയാ നീ തല്ലിയത്? ഇപ്പൊ കുറച്ച് കുറവാ ആളെ തന്നെ. അല്ല, ന്യൂ ഇയറിന് റെസൊല്യൂഷൻ ഉണ്ടായിരുന്നു, ഇത്തവണ അടി ഉണ്ടാക്കില്ല ഈ വർഷം. അതിനുശേഷമൊക്കെ ഉണ്ടായി. കുറവായിരിക്കും എന്ന് പറഞ്ഞു. അവസാനം ആർക്കാണ് ഇടി കൊടുത്തത്? സാമോ? സാമിനെ തല്ലാലേ ഇല്ല. പിന്നെ കളിയാക്കുവോ ആരെങ്കിലും ഒക്കെ? അല്ല, അവൻ എന്നെ കളിയാക്കിയാലും പിന്നെ ഞാനും കളിയാക്കും. അങ്ങനെ തുടങ്ങിയാലേ ഉള്ളൂ. ഇങ്ങോട്ട് വന്നാൽ ഞാനും അങ്ങോട്ട് വരും. അങ്ങനെയാണ് അല്ലേ? ചൊറിഞ്ഞ മാന്തും, കേട്ടില്ലേ നമ്മളെ പേര് അങ്ങനെയാണ്. അതാണ്. അപ്പൊ ആള് കിടുവ. കിടുവ. അപ്പൊ കടുവായെ കിടുവ പിടിച്ചല്ലോ അല്ലേ പാട്ട്? അമ്പമ്പോ അമ്പമ്പോ. അയ്യോ, നമ്മൾ എന്ത് ചെയ്യും ഉജ്ജ്വല? മരിയൊന്നിന് എന്തെങ്കിലും ചെയ്യണോ? അതേ ഒരു വഴി ഞാൻ കാണുന്നുള്ളൂ. റിജ്വൽ, ദ ഉജ്വൽ, ദ പ്രജ്വൽ, ദ ജുവൽ. ഇന്ന് ഫുൾ പ്രാസം ഒപ്പിച്ച് നിൽക്കുക നമ്മള്. അപ്പൊ ഇന്നത്തെ നമ്മുടെ കിടുവ സിനിമയുടെ പേര് തച്ചിലേടത്ത് ചുണ്ടൻ. കറക്റ്റ് അല്ലേ? വർഷം 1999. 1999 കറക്റ്റ്. സംഗീതം ചെയ്തിരിക്കുന്നത് രവീന്ദ്രൻ മാസ്റ്റർ, എഴുതിയിരിക്കുന്നത് ബിച്ചു തിരുമല സാർ, പാടിയിരിക്കുന്ന ആരാ? നമ്മുടെ സ്വന്തം ദാസാർ. ഓക്കേ, ഇതില് വേറൊരു അടിപൊളി പാട്ടുണ്ട്, കള്ളൻ ചക്കേട്ടു ആരും കണ്ടാമിണ്ടണ്ട പയ്യെ പയ്യെ കുണ്ടത്തിന്നോട്ടെ. അത് ഇവിടെ എസ്തർ കുട്ടി പാടിയില്ലേ? 100 മാർക്ക് വാങ്ങിച്ചു. അതെ അതെ. നോക്കി പാട്ട് കേൾക്കാം. ഓക്കെ, റെഡി? ഓൾ ദ ഈ ബെസ്റ്റ്. പാട്ടിൽ 100 മാർക്ക് കിട്ടുമോ നോക്കാം. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
കിടുവ പിടിക്കുന്നു മരയൊന്നിന് ചായമടിക്കുന്നു സരി സരി ധനി സരി സാ സരി 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 സാ അടിച്ചും ഒളിച്ചും അരിച്ചും പൊരിച്ചും നനച്ചും കുളിച്ചും കടുവായെ കിടുവ പിടിക്കുന്നു മരയൊന്നിന് ചായമടിക്കുന്നു വവ്വാലിനെ ഊഞ്ഞാലാട്ടുന്നു പുഴമീനിന് നീന്തൽ കോച്ചിങ്ങോ കനവും പോയേ കളവും പോയേ കാനാടി കുട്ടിച്ചാത്താവായ സ്വഹാവായ ഇതിരിക്കട്ടെ നമ്മുടെ ഉജ്ജ്വലിന് അവന്റെ നിപ്പ് നോക്കേ. എന്തൊരു മിടുക്കനാണ് അവൻ. കണ്ടില്ലേ ഈ പാട്ടൊക്കെ ആടിച്ച് പൊളിച്ച് തകർത്ത് കിടക്കിയില്ലേ. താങ്ക് യു. എങ്ങനെയാണ് ഇങ്ങനെ പാടുന്നത്? റൂമോസ് ഒക്കെ നല്ലോണം പറഞ്ഞിരുന്നുണ്ട്, സംഗതികളും അതൊക്കെ. കടുവായെ കിടുവ പിടിക്കുന്നു, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ. മരയോന്തിന് ചായമടിക്കുന്നു, അങ്ങനെ ചോദിക്കണ ഒരു പ്രത്യേകത. പുഴമീനിന് കോച്ചിങ് വേണമെന്നല്ലേ? നീന്തൽ കോച്ചിങ്. എനിക്ക് കടുവായ അതൊന്നുകൂടെ കേട്ടാ കൊള്ളാം. അങ്ങനെ കടുവായെ കിടുവ പിടിക്കുന്നു മരയൊന്നിന് ചായമടിക്കുന്നു വവ്വാലിനെ ഊഞ്ഞാലാട്ടുന്നു പുഴമീനിന് നീന്തൽ കോച്ചിങ്ങോ. താങ്ക് യു. പിന്നെ മേള് അതെങ്ങനെ പാടിയ ഒരു രക്ഷയില്ല. എന്നാ ആറ്റിറ്റ്യൂഡാ. അതെ 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 അതെ. എന്തായിരുന്നു? ഒരു വള്ളപ്പാടെന്തോരെ ചങ്ങാട മാറ്റുന്നേ. പിന്നെ രണ്ടാമത്തെ പൊടിമായ ലീലാജാലം അടിവേരു പറിക്കുന്നേ. എന്തോ നമ്മുടെ ഉജ്ജ്വലിനോടാണോടാ കളി. പിന്നെ ഹമ്മിങ് ഹമ്മിങ് മേളില് മേളില്. അതെങ്ങനെ മേളില് മേളില് സൂപ്പർ സൂപ്പർ. താങ്ക് യു. ഇങ്ങനെയൊക്കെ പാടാൻ ആര് പറഞ്ഞു? ഞാൻ കുറച്ച് സൗണ്ടിൽ തുറന്നു പാടണമെന്ന് പറഞ്ഞു, അപ്പൊ ഞാൻ തുറന്നു പാടി. തുറന്നു പാടാൻ പറഞ്ഞപ്പോ തുറന്നു പാടി. നല്ലൊരു തീരുമാനമായിരുന്നു. അത് അവന്റെ ഹൃദയം തുറന്നു പാട്ടാണ് അവന്റെ. അതാണ് അത് ഗംഭീര. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നി ഇപ്പൊ പാടിക്കളാന്നേ. ടഫാണ് പാടാൻ മീനുട്ടി. വളരെ ടഫാണ്. ഒരുപാട് സംഭവങ്ങളും സംഗതികളും ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ആറ്റിറ്റ്യൂഡ് അത് അതിന്റെ ഒരു ഗരിമ അതാണ്. അപ്പൊ സഭാഷേട്ടോ, അങ്കിള് ഒത്തിരി ഇഷ്ടമായാണ് ഇങ്ങോട്ട് വിളിച്ചാട്ടോ. ഇതിരിക്കട്ടെ, ഒരു വഴിക്ക് പോവല്ലേ? ഇതിരിക്കട്ടെ ഉജ്ജ്വല, നന്നായി വരട്ടെ കേട്ടോ. ഓക്കെ. നിനക്ക് എവിടുന്ന് കിട്ടിയടാ ഇത്രയും ശക്തി?
എന്താ നീ കഴിക്കുന്നേ? ഹോർലിക്സ് ആണോ? കഴിഞ്ഞ എന്തോ കഴിച്ചു ഉറപ്പാ. കഴിഞ്ഞ റൗണ്ടിന് ശേഷം എന്തോ അവൻ കാര്യമായിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ട് എന്താ സ്പെഷ്യൽ ഭക്ഷണം? ചവനപ്രാശം അങ്ങനെയൊന്നും കഴിക്കാറൊന്നുമില്ല. പിന്നെ എങ്ങനെ പാടുന്നു ഇങ്ങനെ? നാച്ചുറലി വന്ന ശക്തിയാണ്. അല്ല, ഇടക്കിടക്ക് അമ്മ എനിക്ക് ചൂടുവെള്ളമൊക്കെ തരാൻ. അതാണ് ഓ ചൂടുവെള്ളത്തിന്റെ ശക്തി. ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ? പൊറോട്ട, ചിക്കൻ ചില്ലി. അതാണ് നമ്മുടെ റിജ്വൽ കുട്ടന്റെ സീക്രട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട എന്താ അറിയോ, ആ മുണ്ടൊക്കെ മടക്കി കുത്തിയിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് അവിടെ വന്ന് നിന്നിട്ട്. അതിന്റെ ഇടയിൽ ഒരു ഡാൻസും. ആ ഡാൻസ് എവിടുന്ന് കിട്ടി? അത് ഞാൻ യൂട്യൂബിൽ കണ്ട് പഠിച്ചതാ. എടാ, അത് ഡാൻസ് ആണോ എക്സസൈസ് ആയിരുന്നു? എനിക്കൊരു വ്യായാമം തോന്നുന്നതാണ്. അതെ. എക്സസൈസ് ആയിരുന്നില്ലേ? ഇടയ്ക്ക് മുട്ടുവേദന ഉള്ള പോലെ തോന്നുന്നു. എന്തായിരുന്നോ? പിടിച്ചിങ്ങനെ കാണിക്കണ്ടായിരുന്നില്ലേ? അതൊക്കെ ഞാൻ അവന്റെ മുട്ടുവേദന പ്രത്യേക ഉണ്ടെന്ന്. സ്റ്റെപ്പാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇങ്ങനെ അത് എംജയങ്ങളുടെ ഇഷ്ടായി. അല്ല, ദിവസവും രാവിലെ ഞാൻ ചെയ്യുന്ന എന്തായാലും റിജ്വൽ കുട്ട മിടുമിടുക്കൻ, പവറേഷ്, കിടിലൻ ആറ്റിറ്റ്യൂഡ്. അതിന്റെ ഇടക്ക് കോറസ് പാടി തുടങ്ങിയപ്പോഴത്തേക്ക് ഒന്ന് ഞെട്ടിപ്പോയത് ഒഴിച്ചാൽ ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. മിടുക്കേട്ടാ. ഞെട്ടിധരിച്ചുപോയി. അത് സാറിട്ടേക്ക്. പേടിച്ചിരിക്കുക റിജ്വലിന്റെ പവർ കണ്ടിട്ട്. യെസ്, നമ്മുടെ റിജ്വൽ കുട്ടൻ ആള് കിടുവാ. കടുവയെ പിടിച്ച കിടുവാ. സൂപ്പർ. താങ്ക് യു. നല്ല കാലിക്ക് അടിപൊളി. നല്ല വാസനയൊക്കെ വരുന്നുണ്ടല്ലോ. അത് അമ്മ അത്ര ജയിച്ചതാ. നല്ല വാസനയുണ്ട്. അടുത്തേക്ക് വന്നപ്പോ തന്നെ നല്ല വാസന. ഞാൻ ഈ പൂക്കളിന്നായിരിക്കുന്നു. കലാവാസനയും കൊള്ളാം, ഈ അത്തറിന്റെ വാസനയും കൊള്ളാം. എന്തായാലും കലക്കി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആദ്യം ഒരു അവസാനം വരെ നല്ല എനർജിയിൽ പാടി, നല്ല ആറ്റിറ്റ്യൂഡിൽ പാടി, മുണ്ടൊക്കെ മടക്കി കുത്തി നല്ല സ്റ്റൈലിൽ പാടി. അത് ചേട്ടാ ഇത്രയും വരി പഠിക്കണ്ടേ അല്ലേ? ഇത്രയും വരികൾ പഠിക്കണം. അതിലുള്ള വോയിസ് എഫക്ട്സ്, പിന്നെ ദാസേട്ടൻ പാടിക്കണ പോലെ വാഹായ സ്വാഹാവായ എന്നൊക്കെ പാടിയ അല്ലേ? അതെങ്ങനെയാത്? കണ്ടാ, അങ്ങനെ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടാ. ആ ഹമ്മിങ് ഒക്കെ എന്തായിരുന്നു? അത്രയും ഹൈ പിച്ചില് സംഗതികളും. മിടുക്കനാ. താങ്ക് യു. ജോത്സ്യം പഠിച്ചു തുടങ്ങിയോ? ഞാൻ ജോഷ്യം പഠിക്കില്ല. പഠിക്കണില്ലേ? പഠിക്കാൻ ആഗ്രഹമുണ്ടോ? വലുതായിട്ടാകുമ്പോ ഡോക്ടർ ആവാൻ ആഗ്രഹം. അപ്പൊ ജോത്സ്യനാവണ്ട, അച്ഛനെ പോലെ. ആവണ്ട. ശരി. എന്നാ പാട്ടുകാരനായ ഒരു ഡോക്ടർ ആവട്ടെ. എന്താ പറഞ്ഞ അതിന് കൊറേ എന്താ? അല്ല, കൊറേ ബുക്കൊക്കെ പഠിക്കണ്ടേ? ബുക്ക് പഠിക്കണ്ടേ? ചുമ്മാ ചെന്ന് കയറിയതിനെ മുടക്കേയുള്ളൂ. എന്നാ റിജ്വൽ കുട്ടൻ പാട്ടുകാരനായ ഒരു ഭിഷഗ്വരനായി തീരട്ടെ. മനസ്സിലായത്? അതാരാന്ന് അവന് പറഞ്ഞു കൊടുക്ക്. പാട്ടുകാരനായ ഭിഷഗ്വരനോ? ഡോക്ടറോ? ഡോക്ടറിന്റെ മലയാളം അറിഞ്ഞോടല്ലേ? അതാണിത്. അല്ല, അപ്പോത്തിക്കിരി എന്ന് പറയുന്നത് അത് ഡോക്ടർ അല്ലേ? ഇത് സംസ്കൃതം കണ്ട. അപ്പോത്തിക്കിരി ജർമ്മൻ ആണോ? ഞാൻ ഇത് പറഞ്ഞു. അപ്പൊ എന്തായാലും കൊള്ളാം, മിടുക്കനാണ്. എല്ലാ പാട്ടും വളരെ മനോഹരമായിട്ട് പാടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ആരാവണെന്ന മധുവങ്ങൾ പറഞ്ഞേ? വിഷത്തോരൻ. മധുവങ്ങളവൻ പറഞ്ഞത് കേട്ടോ? എന്താ വിഷത്തോരൻ? വിഷത്തോരനോ? എന്ത് തോരൻ? വിഷദ്വരൻ. വിഷദ്വരനല്ല, ഭിഷഗ്വരൻ. പറഞ്ഞോ? പറഞ്ഞ സാധനം. പറഞ്ഞ സാധനം. അപ്പൊ നമ്മുടെ ഭിഷഗ്വരന് ഇന്ന് എത്രയായിരിക്കും മാർക്ക് എന്നിങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും ഒരൊറ്റ മാർക്കേ ഉള്ളൂ. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 100 on 100. One star for Rijwal the Ujjwalan. മര ഒന്നിന് ചായ മടി